എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഗൈസ്. അന്നത്തെ വീഡിയോക്ക് നമ്മളെ വീട് കുറച്ച് ചേഞ്ച് ആക്കി ഗൈസ്. അത് നോക്കാനാണ് നമ്മൾ പോണത് ഗൈസ്. ഇന്ന് പിന്നെ കുറച്ചുകൂടി ചേഞ്ചസൊക്കെ കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള സംഭവം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം നമുക്ക് നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് നമ്മളെ നേരെ വീട് കാണാൻ പോവാം പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് നേരെ നമ്മളെ വീട് കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒരു നേരമായിരുന്നു. ഞാൻ 2 നേരമാക്കി. കൊച്ചുമുണ്ടാക്കി ഈ മൈമത് എപ്പോഴും വീട് എടുക്കാൻ പോച്ചാടെ കുട്ടിച്ചീത്താൻ ചത്ത മഞ്ചത്തായി. ഓക്കെ, അപ്പം അടിഭാ അങ്ങനെ മേൾഭാ നമ്മളിങ്ങനെ ആക്കിയുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഒരു വീടിന് ഞങ്ങൾ എത്ര മാർക്ക് കൊടുക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇച്ച് കാണിട്ട് കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. നിങ്ങൾക്കത് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അറിയില്ല. കാര്യം ഞാൻ തന്നെ ഉണ്ടാക്കിയോണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വീടുണ്ടാക്കാൻ അറിയുള്ളൂ. വേറുള്ളവരുമാതിരി നമുക്ക് വലിയ ബിൽഡാളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല. നമുക്ക് ഇങ്ങനത്തെ പോലത്തെ കുറ്റിപ്പാര പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഇതിൻ്റെ മോളും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഉള്ളൊക്കെ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ട്, പക്ഷേ ഇതില്ല, ഡെക്കറേഷനില്ല സാധനങ്ങളൊന്നുമില്ല. അതൊക്കെ ഉണ്ടാക്കി വരുന്നുള്ളൂ. പിന്നെ ഇത് നമുക്ക് സ്റ്റെപ്പിൻ്റെയും പിന്നെ മറ്റേ കോണിൻ്റെ പകരം നമുക്ക് ഇതാകുമ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുക, ലിഫ്റ്റ് പോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പോവുക. അവിടെ മുകളിലത്തെ കാര്യം ഇങ്ങനെ. ഇതാണ് നമ്മളെ സ്റ്റോറേജ് ഏരിയ. ഈ ഭാഗത്തോടെ നമ്മൾ സ്റ്റോറേജൊക്കെ കൂട്ടി വെക്കണം. ഈ ഭാഗം അങ്ങനെയല്ല കേസ്. നമുക്ക് ഈ ഭാഗം അങ്ങനെ ഈ ഒരു ഇത് വരെ ഈ ഒരു ബോക്സുകൾ കാണില്ലേ, ഇതുവരെയാണ് നമ്മളെ സ്റ്റോറേജ് ഏരിയ. ഇതേമാതിരി ഇങ്ങനെ ഇതുമാതിരി ഫുള്ളാക്കിയാണ്ട് നമ്മൾ അങ്ങേറ്റതാണ് അവിടെ വരെ എത്തിച്ചണം. എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇനി വീട് ഉണ്ടാക്കണ്ടാകും. കാരണം മുകൾ ഭാഗത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചത് നമ്മളെ സ്മെൽറ്റിങ് ഏരിയ ഇല്ലേ, ഈ സാധനം ഇത് നമ്മൾ മുകളിലുണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. വലിയൊരു ഇതിൽ, പക്ഷേ അത് വേണ്ടെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ അതിനായിട്ട് നമ്മൾക്ക് വേറെ ഉണ്ടാക്കണ്ടേ. ഇതാകുമ്പോൾ അടിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. മുട്ട പൊട്ടിച്ചാൽ ആരും വന്നില്ല. നമുക്ക് ഈ ഒരു നൈറ്റ് സ്കിപ്പ് ചെയ്യാം. നമുക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കൊച്ചുമുണ്ണി ക്രീപ്പറൊക്കെ വരും തലാനായിട്ട്. നമുക്ക് പാവ ഇറങ്ങാം. നമുക്ക് ഓക്കെ, നമുക്ക് വില്ലേജസിനെ ബ്രീഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കാനുണ്ട്. പക്ഷേ അതിനുമാണ് ഒരു അയണ്. 2 അയൺ കിട്ടിയാൽ മതി. നമുക്ക് 2 അയൺ നമുക്ക് സീസൺ ഉണ്ടാക്കാൻ പറ്റിയ ഈ ആടിൻ്റെ തോലെടുക്കുന്ന രീതി അതൊരിത് വേണം, അയൺ വേണം. അല്ലെ നമുക്ക് ആടിൻ്റെ രോമം പറിച്ചെടുക്കാനുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് ഗ്ലാസ്സൊക്കെ വേണം. ഗ്ലാസ് ഉണ്ടാക്കാനുള്ള സാധനം ഇവിടുത്തൊന്നും പൊട്ടിച്ചളയല്ലേ. പൊട്ടിച്ചു പിന്നെയും പൊട്ടിച്ചു. നമുക്ക് അപ്പുറത്ത് പോയേക്കാം.
ഓക്കെ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു മറ്റേ കുതിര എപ്പോഴും പോയിട്ടില്ല ഗൈസ്. ഒരു സ്കെൽട്ടൻ ആയിട്ടുള്ള ഒരു കുതിര ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ഇപ്പോഴും പോയില്ല. കുറേ സൈസ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ എരുത്ത് പോയാൽ പിന്നെ പണിയും കിട്ടും നമുക്ക്. എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ സ്പോണാക്കും ഇങ്ങനെ സ്കെൽട്ടന്മാരൊക്കെ. അതാണ് ഒരു പേടി. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാറിയില്ല ഗൈസ്. ഇതിലെന്തോ ഒരു വ്യത്യാസം. ഇങ്ങനെയൊക്കെ വില്ലേജസാറൊക്കെ ഇങ്ങനെ, കുട്ടി വില്ലേജസൊക്കെ ഇങ്ങനെ. ഇതെന്താ സംഭവം എന്ന് വെച്ചറിയില്ലത്. ഈ മോഡ് എർച്ചിൻ്റെ പ്രശ്നമാണോ അല്ലാത്തതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വെച്ചറിയില്ല. എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങളുണ്ടായാലും ഏതായാലും ഇവിടെ നിന്ന് മാറ്റണ പോലെ ഏതായാലും. ഇതിൻ്റെ അടുത്തേക്കും പോകാനും പേടിയാണ്. വെച്ചാൽ ഇതിൻ്റെ അടുത്തേക്ക് പോയ സ്കെൽറ്റനെ ചിലപ്പോൾ സ്പോണാക്കിയിട്ടുണ്ട്. ഒരു സ്കെൽറ്റൻ കുതിര. നമുക്ക് ഗ്ലാസ് തപ്പിക്കണ്ടി കുടിച്ചാൽ ഗ്ലാസ് വേണം നമുക്ക്. ഗ്ലാസ് കുറച്ച് അത്യാവശ്യമുണ്ട്. ಮಾಡ್ಕೊಂಡ അല്ലെങ്കിൽ ഈ പൊട്ടി ചാവുമ്പോൾ മഴയും പെയ്തു. ഈ മഴ പെയ്താൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ സോംബി കാര്യങ്ങളൊക്കെ സ്പോണാവല്. അതിന് കുറച്ചൊക്കെ നൈറ്റ് ആകുമ്പോൾ പോയിട്ട് സ്പോണാവും. അതാണ് ഇതൊരു പ്രശ്നം. ഷവല് എടുത്തിട്ടില്ലല്ലോ, നന്നായി. ഇനിയിപ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചണം. എന്തോ ഒരു വണ്ടിയും വലിയ ഇനി ഷവലെടുക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ പരിഹരിക്കാൻ ചോദിക്കണം. അപ്പോൾ കേസ് ഞാൻ വീട്ടിൽ പോയിട്ട് ഷവലെടുത്തിട്ട് ഞാൻ വരാം കേസിന്. പിന്നെ കേസ് ഇത് ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇതിലുള്ളിൽ ഇങ്ങനെ കയറുന്നൊന്നും കാണിച്ചു തന്നിട്ടില്ല. അത് നമ്മളെ ബാൽക്കണി അങ്ങനെ പറയുന്നത് എന്താ പറയല്, ബാൽക്കണിയോ അങ്ങനത്തെ പറയല്, എന്താ പറയാ, ബാൽക്കണി അങ്ങനത്താണിത്. ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തേലും ആവട്ടെ ഇതൊക്കെ കാണാൻ സംഭവം രസമുണ്ടല്ലോന്നൊന്നും അറിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് എങ്ങനെ ഉണ്ടെന്നിട്ട്. പലരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യല്ലേ ഗൈസ്. നമുക്ക് ഒരു 100 സബ്സ്ക്രൈബർ ഉണ്ടായതിൽ നമുക്ക് ഇന്ത്യയിലൊക്കെ ആവുള്ളൂ ഗൈസ്. നിങ്ങളാരും സബ് ചെയ്യണില്ല. എല്ലാവരോടും ഇങ്ങനെ എപ്പോഴും പറയണം ഗൈസ്, നിങ്ങൾ സബ് ചെയ്യുന്നു പ്ലീസ് ഗൈസ്. നിങ്ങളെല്ലാവരും എത്ര ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടാവില്ല. ചിലപ്പോൾ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ലൈക്ക് ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണുണ്ടാവില്ല ചിലവരൊന്നും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എല്ലാവരും ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇവിടെ വന്നു ഷവലുണ്ടാക്കാനില്ലേ, ഷവലുണ്ടാക്കാതെ പോകും. ഷവലുണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മളൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഷവല് മാത്രം ഉണ്ടാക്കിയിട്ട്.
അടിയൊക്കെ വെച്ചിട്ട് നമുക്കൊക്കെ ആഘോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ മഴ ചോർന്നിട്ട് പോകാം ഗൈസ്. മഴ എപ്പോഴും ചോറിന് ഇപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ശവലം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഉള്ള സ്റ്റാൻഡ് എടുക്കാണ്ട് ആ ഭാഗത്ത് സ്റ്റാൻഡ് എടുക്കാണ്ടിട്ട്, കാരണം ആ ഭാഗത്ത് സ്റ്റാൻഡ് എടുത്താലേ വെള്ളം കണ്ട് വലിച്ചിട്ട് കയറി വരും. അപ്പോൾ ഇവിടുത്തെ മൊത്തം സാൻഡ് എടുത്ത് വന്നിട്ട് ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ മുഴുവൻ എടുത്തിട്ടില്ല, ഈ ഭാഗത്തുനിന്ന് നമ്മൾ എടുത്തിട്ടില്ല, ബാക്കി എല്ലാ സാൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. എത്ര 2:45 3:30 2 സ്റ്റാക്ക് എടുത്ത് ഗൈസ്. 2.5 സ്റ്റാക്ക് ഉണ്ട്. അപ്പം നമുക്ക് നേരെ ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ കൊണ്ടുപോകാം. നമുക്ക് നേരെ സ്പ്ലിറ്റ് ചെയ്യാൻ കൊണ്ടുപോകാം. നമുക്ക് ഇതും വേണം, കോളും വേണം. കോള് കിട്ടുക, കോള് നമുക്ക് തപ്പി കണ്ടുപിടിച്ചാൽ ഒരു 1.5 സ്റ്റാക്കായാലും വേണം നമുക്ക്. വീട്ടിലെത്താനായി ഭയങ്കര ക്ഷീണം ഗൈസ്. എന്താണെന്ന് അറിയില്ല, വെയിലായിട്ടാണ് അറിയില്ല, വെയിറ്റ് ചൂടായിട്ടാണ് അറിയില്ല. ഈ ഓടിട്ട ആയതുകൊണ്ട് ഭയങ്കര ചൂട് പേരൻ്റെ ഓടിൽ. ഇതൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ആ 18 ഇത്. പിന്നെ ഇതിലൊക്കെ വച്ചിരുന്നല്ലോ, ഇതിൽ തന്നെ ഉണ്ടല്ലോ ഒരു സ്റ്റാക്ക്. പിന്നെ 18 ഇപ്പം തപ്പി കണ്ടുപിടിക്കേണ്ട ഷർട്ട് ഗൈസ്. ഇതിലേതായാലും സ്മെൽറ്റ് ചെയ്യാൻ പറ്റില്ല, കാര്യത്തിൽ മീറ്റ് മാത്രം സ്മെൽറ്റ് ചെയ്യണതാണ്. ഇതും പറ്റൂലെന്ന് തോന്നുന്നത്, കാരണം ഗോൾഡ്, അയണ്, അതായത് കോപ്പർ, കോപ്പറൊക്കെ ഒന്ന് സ്മെൽറ്റ് ആവും. കാരണം അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ സ്മെൽറ്റ് ആവുള്ളൂ. പിന്നെ ഇത് ഫുഡ് ഐറ്റംസ്. ഇതിലാവുന്നില്ല, എല്ലാം സ്മെൽറ്റ് ആവും. ഇതിലെല്ലാം സ്മെൽറ്റ് ആവും. അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആകുമ്പോൾ എല്ലാം ഒന്നും സ്മെൽറ്റ് ആവില്ല. ഇങ്ങനത്തെ ഇത്, പിന്നെ നമ്മളെ ഇത്, പിന്നെ മീറ്റും കാര്യങ്ങളൊക്കെ സ്മെൽറ്റ് ആവും. പിന്നെ നമ്മളതിലെ ബിഗ് ഓടാലി. പിന്നെ ഇതെന്താന്ന് ചേർന്നൂടെ ഗൈസ്? ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതിൻ്റെ പേര് ചേർന്നൂടെ? കോടാലി ഇതാണ്. പക്ഷെ ഇതെന്താ ഒരു വടി പോലത്തെ ഒരു കമ്പി. എന്തിനാവട്ടെ, നമുക്ക് നേരെ കടന്നുറങ്ങിയിട്ട് നേരെ വെളുത്തിട്ട് എന്തെങ്കിലും ഒരു പണി തീരാൻ കണ്ടുപോട്ടെ. ഓക്കെ, അയൺ തപ്പി കണ്ടു സംഭവം. നമുക്ക് അയണ് കഴിച്ചു. ഞാൻ ഈ ഒരു ഭാഗത്ത് കണ്ടായിരുന്നു, ഇടയ്ക്ക് ഡോറിന് ഒരു രേഖ അടിച്ചിട്ടുണ്ട്.
ഫോൺ ചൂടായി കഴിഞ്ഞാൽ അതേ മറ്റേ ലാഗ് അടിച്ചോണ്ട് നിൽക്കും. ഇതിൻ്റെ ഉള്ളിലൊരു ഗെയിം ഉണ്ട് ഗൈസ്. ഈ വാട്ടറിൻ്റെ ഈ ഒരു ഭാഗത്ത് കേവ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, പക്ഷെ ഇത് ഇവിടെ പോയൊരു പ്രശ്നമുണ്ട്. ഇത് കാരണം ആ ഭാഗത്ത് ഇരുട്ടായതുകൊണ്ട് ഏത് ഭാഗത്തുനിന്ന് ക്രീപ്പർ പൊട്ടിത്തെറിഞ്ഞ് ഏത് ഭാഗത്തേക്ക് നമ്മൾ പോകണമെന്നൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് പോകാനും പേടിയാണ്. കാരണം ആർമർ പോലും ഇല്ല നമുക്ക്. ആർമറും ഇല്ല, ഷീൽഡും ഇല്ല. ഒന്നുമില്ലാതെ പോയാൽ പണി കിട്ടും. പിന്നെ എൻ്റെ ഈ വള്ളത്തിലടിയിലുള്ള കോപ്പറല്ല, കോപ്പറുണ്ട്. എവിടെ മറ്റേ നല്ലതല്ല. സ്മോക്ക് പറഞ്ഞില്ല. കോപ്പറല്ല, മറ്റേ അറിഞ്ഞു ഞാൻ. മറന്നാലേ അതിൻ്റെ കോളല്ല, കോൾ ആനന്തല്ല പേര്. ഇതിൻ്റെ പേര് പന്തേൻ്റെ കൈസ് ഒക്കെ മറക്കാണ് ഈ സാധനത്തിൻ്റെ പേര്. എന്താ ഇത് പിന്നെ മറ്റേ കോപ്പറാണ്. കോപ്പർ സ്മെൽറ്റാക്കിയത്. കോപ്പറല്ല, കോളാനത് മറ്റേ പേര്. എന്തേലാവട്ടെ. പക്ഷേ അതൊക്കെ അല്ല, നമ്മൾ ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഗ്ലാസ് ഉണ്ടാക്കാനുള്ള സാധനം സ്മെൽറ്റാക്കാൻ പറ്റില്ല. എന്തായാലും നോട്ടെ, എത്ര ആയത് നോട്ടെ. അരസ്റ്റേക്ക് ആവാനായി. കളിച്ചല്ലേ. ഇതിലുള്ള ഏതെങ്കിലും ഞാൻ ഇതൊന്നുമില്ലല്ലോ. ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ക്യാരറ്റിൻ്റെ ഇത് ഉണ്ടാക്കണം. അതിനായിട്ടിപ്പോൾ ഗ്ലാസ് വേണമല്ലോ. ഗ്ലാസ് ഇല്ല അതിൽ. ഗ്ലാസ് പറയുമ്പോൾ ആ ഗ്ലാസ് അല്ല കേട്ടോ ഗൈസ്. ഇതിൽ നിന്ന് കാണുന്ന ഈ ഗ്ലാസ് അല്ല, നമ്മൾ അയണായിട്ട് ഉണ്ടാക്കുന്ന ഗ്ലാസ് അല്ലേ. ഗ്ലാസ് എന്ന് തന്നെയല്ല പറയല്. നമുക്ക് ഇതേമാതിരി ഇവിടെ എവിടെയൊക്കെ ഒഴിച്ചിടാം. ഞാൻ അവിടെ വന്ന് വരുത്താട്ടെ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കളിച്ച് നമുക്ക് കുറേ ആക്കണം. ഒരു 2-3 സ്റ്റാക്കൊക്കെ ആക്കണം നമുക്ക്. എന്നാലേ നമുക്ക് വില്ലേജിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ. എവിടെ നമുക്ക് അയൺ ഉണ്ടാക്കാൻ പോകും. നമുക്ക് ഇവിടെ പേരും അയണ് ഇല്ല ഗൈസ്. ഈ ബസ് കോപ്പർ മാത്രമേ ഉള്ളൂ, അയണൊന്നുമില്ല. എന്ത് ഈ ഭാഗത്ത് ക്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. ക്ലേ ഉണ്ട്. നമുക്ക് ക്ലേ ഒക്കെ ഇപ്പം ആവശ്യം വരുമൊക്കെ. ഈ ഭാഗത്തൊക്കെ കൊണ്ട് സാൻഡൊക്കെ നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാൻ ആവശ്യം വരും.
പക്ഷേ ഗൈസ് നമുക്കൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കാമല്ലോ ഇപ്പോൾ തന്നെ അല്ലേ? മൈനിങ് ഏരിയ ഉണ്ടാക്കാൻ നമ്മളിൽ മരത്തടി ഇല്ല, നമുക്ക് മരത്തടി ഇല്ല. നമുക്ക് ഒരു മരം വിട്ടുതരാം. ഓ സ്കെൽറ്റൻ്റെ സൗണ്ട് കേൾക്കണല്ലോ. അതിന് വരുന്നുണ്ട്, ബാക്കിൽ കൂടെ വരുന്നുണ്ട്. സ്കെൽറ്റൻ അമ്പും വീലായിട്ട് വരുന്നുണ്ട്. നമുക്ക് സ്കെൽറ്റനൊന്നും ഇല്ലാത്ത ഏരിയയിൽ പോവാം. ഓ ഇത് വെട്ടി നോക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയാണ്. നമുക്ക് ചെറിയ മരം മതി. ഇതിനെടുക്കാം. സെറ്റ്. നമുക്ക് നേരെ പരിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ പരിക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പരിക്ക് എത്തിയിട്ട് നമ്മൾ എൻജോയ് ടൈമിലേക്കൊന്നും പോകില്ല. നമുക്ക് ഇവിടെ തന്നെ സ്റ്റിക്ക് ഉണ്ടാക്കാമല്ലോ. നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കാമല്ലോ. നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാം, പക്ഷേ ആ ഭാഗത്ത് സ്കെൽറ്റനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പേരൻ്റെ ഉള്ളിൽ കയറിയാലേ നടക്കുള്ളൂ. കാരണം പേരൻ്റെ ഉള്ളിലാണ് സ്റ്റോറിങ് ഏരിയ ഇല്ല, എൻജോയ്മെൻറ്റ് ടേബിൾ ഉള്ളത്. ഇവിടെ നിന്നാലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു സോഡ് ഉണ്ടാക്കാം അല്ലേ? ഇത് ഇവിടെ അങ്ങനെ വെച്ചിട്ട് എന്ത് അതല്ല സ്മെൽറ്റായി കഴിഞ്ഞോട്ടെ. ഇന്നാകും. അപ്പോൾ അത് 55 ഇനിയും കുറേ ആവുന്നുണ്ട്. ഇതാണ് ഓട്ടെ അതിൽ കയറിക്കുക. തിരക്കാലത്തെ പോലെ ഇത് പേടൊക്കെ ഇത് കണ്ടിരുന്നോട്ടെ. പക്ഷേ നമ്മൾ ഏത് ഭാഗത്ത് നമ്മൾ ഇതുണ്ടാകും മൈനിങ് ഏരിയ. അതാണ് കൺഫ്യൂഷൻ. മൈനിങ് ഏരിയ ഉണ്ടാക്കിയാൽ മാത്രം പോയാൽ നമുക്ക് മൈനിങ് ഏരിയയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതിന് നമുക്ക് ഈ ഭാഗത്താക്കാം. ഈ ഭാഗത്താണ്ട കുറച്ചും കൂടി ഈ ഒരു സൈഡ്. ഈ 2 ആയി. നമുക്കിത് സ്മെൽറ്റ് ചെയ്താണ്ട് ഈ ഭാഗം ശരിയാക്കണം. പിന്നെ അത് മാത്രമല്ല നമുക്ക് ടോർച്ചൊക്കെ വേണം. നമുക്ക് ടോർച്ചിൽ പണി കിട്ടും. കാരണം അയവാത്ത ഉള്ളേര് വേസ്റ്റാകുമ്പോൾ സോംബികളും കാര്യങ്ങളും സ്പോണാവും, പിന്നെ അടിയാവും, പൊട്ടിത്തെറിയാവും, പിന്നെ ഡെഡാവലൊക്കെ ചാവലൊക്കെ. അപ്പം അതൊന്നും അടക്ക്. ഇതിനുള്ളിലൊക്കെ കൂടെ നമുക്ക് എടുക്കാം. ഉള്ളിൽ കൂടെ എടുത്താണ്ട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ഒരു 16
20 മതിയാവും. ഇത് നമുക്ക് ആവശ്യമില്ല മാത്രം സാധനങ്ങൾ നമുക്ക് കയ്യിൽ മതി. സാധനങ്ങൾ നമ്മൾ കൊണ്ടേക്കാം. ഇപ്പം നമുക്ക് മൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ കേസ് ഞാൻ മൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, നമ്മൾ മൈൻ ചെയ്ത് പെട്ടു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈൻ ചെയ്ത് നമ്മൾ കേവിലെത്തിയിട്ടുണ്ട്. കേവ് പോയാൽ നമുക്ക് ഇഷ്ടംപോലെ അയണും കാര്യങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു കൊച്ചും കൊണ്ട് വേണ്ടല്ലോ ഗൈസ്, ചെറുതായതുകൊണ്ടേ നമുക്ക് പണിയും കിട്ടും. പിന്നെ അത് മാത്രമല്ല എല്ലായിടത്തും നമുക്ക് വെട്ടം വെളിച്ചം വെക്കാതെ നമുക്ക് ഇറങ്ങാനും പറ്റൂല. നമുക്ക് ഈ ഒരു ഭാഗത്ത് ടോർച്ചിനൊക്കെ അപ്പം ആ ഭാഗത്ത് കുറച്ച് വെട്ടം വെളിച്ചുണ്ടാവും. അവിടെ ഈ ഭാഗത്ത് കോപ്പറുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ സംഭവമല്ല വേണ്ടതിന് ഗൈസ്. നമുക്ക് അങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ കുഴിച്ച് നമുക്ക് ഡയമണ്ട് ഒരു അളവുണ്ട്. എത്ര 64 15 ഇതാണ്. ഒന്നുകൂടി ഇതാണ് മൈൻ ചെയ്ത് മറ്റേ കറുത്ത സ്ഥലത്ത് തരണം, കറുത്ത സ്റ്റോണിൻ്റെ അടുത്തെത്തണം. പക്ഷേ അതിന് ഈ ഒരു കൈ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഗൈസ്, നമ്മൾ പെട്ട രീതിയിലാണ് കേട്ടത്. നമുക്ക് ഇനി ഈ ഭാഗത്തൊക്കെ പോകാനും പറ്റൂല, ഇതാക്കാനും പറ്റൂല. പക്ഷേ നമ്മൾ ഇത്രയും നേരം കുഴിച്ചതൊക്കെ വെറുതെ ആവുമെന്നൊരു സംശയം. ആ വിഷയമല്ല ഗൈസ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത് ആർമറും കാര്യമൊക്കെ ഉണ്ടാവുമ്പോഴേ നമുക്ക് അപ്പം നോക്കാം. ഇപ്പം നമുക്കതൊന്നും പറ്റില്ല ഗൈസ്. കാരണം നമ്മളിൽ ഒരു ടൂൾസ് ഇല്ല, ആകെ ടൂൾസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ആർമർ പോലും ഇല്ല, ഷീൽഡും ഇല്ല. എന്ത് ചെയ്യും ഗൈസ്? ഇനി ചെയ്യാനുള്ളത് ഒറ്റ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വില്ലേജസിനെ ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് ഓലെ നമുക്ക് ഇതാക്കണം. ഓലെ കൊണ്ട് നമുക്ക് പണിയെടുപ്പിച്ചാലേ നമുക്ക് ആർമർ ടൂൾസ് കാര്യങ്ങളൊക്കെ അയണോ ഗോൾഡോ ഒക്കെ എടുക്കാം നമുക്ക്. പക്ഷേ എടുക്കണമെന്നുണ്ടെങ്കിൽ വില്ലേജിനെ ബ്രീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആടിൻ്റെ വെത്തുനിന്ന് അൺലിമിറ്റഡ് ആയിട്ടുള്ള രോമം കിട്ടണം. ഇതിലത് ഫാം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെതറിൽ പോകണമെന്നുണ്ടെങ്കിൽ ലാവ വേണം. ലാവ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നെതർ പോർട്ടൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്തൊരു കഷ്ടല്ലേ. ഗ്ലാസ് അടക്കം സ്മെൽറ്റ് കഴിഞ്ഞു. ഒരു സ്റ്റാക്ക് ആയിട്ടാണ് നിന്ന് പോയത്. പക്ഷെ വില്ലേജസ് അങ്ങനെ ആവാൻ കാരണം എന്താണ്? അതെന്താ വില്ലേജ് അങ്ങനെ? വില്ലേജ് അതെന്താ അങ്ങനെ? അങ്ങനത്തെ വില്ലേജർ വേണ്ട, അങ്ങനത്തെ വില്ലേജ് ബേബിയും വേണ്ട. സാധാ വില്ലേജ് ബേബി, സാധാ വില്ലേജേഴ്സും മതി. വില്ലേജിൻ്റെ മറ്റേ
ബേബീസിൻ്റെ കുപ്പായങ്ങളാണില്ലേ, വേറെ എന്തൊരു മഞ്ഞ കളറുള്ള ഒരു കുപ്പായം. അതൊക്കെ എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഗൈസ്. ഇതൊക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാം ഗൈസ്. നമുക്ക് ഈ ഒരു ബേബിയെ കാണാൻ പറ്റും, കോഴിക്കുഞ്ഞിനെ കാണാൻ പറ്റും. ഒരു ചതുരക്കളിയുടെ ഒരു കോഴിക്കുഞ്ഞ്. ഇതിൻ്റെ ചെറുതാണെങ്കിൽ ഒരു മീനിൻ്റെ മറ്റേ തലൻ്റെ ഈ ഭാഗം ഉണ്ടാവില്ല, ഒരു ചിറക് പോലത്തെ സംഭവം, അതുപോലത്തെ ഒരു ഇത്. അതിൻ്റെ ചുണ്ടാണെങ്കിലോ നമ്മൾ ആ ഉഡേറ്റ് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ബട്ടൺ പോലത്തെ സാധനമില്ലേ, ബട്ടൺ പോലത്തെ ഒരു സാധനം, അതുപോലത്തെ ഒരു ചുണ്ട്. കാല് പോയി നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മളെ ഇല്ല സ്റ്റിക്കില്ലേ, സ്റ്റിക്കാണ്, സ്റ്റിക്കല്ലേ, സ്റ്റിക്ക് അതുപോലെ ഒരു പരന്ന ഒരു സംഭവമായിട്ട് ആയിരിക്കും. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ കഴിച്ചു നമുക്ക്.